ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്ത തഹാവൂർ റാണ കൊച്ചിയിലും വന്നിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടാവുമോ? കൊച്ചിയിൽ വന്നു എന്നുള്ള കാര്യം നേരത്തെ അഭ്യൂഹമായിരുന്നു. കാരണം നമുക്ക് രഹസ്യാന്വേഷണ ഏജൻസികളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ അന്ന് NIA സംഘത്തിലുണ്ടായിരുന്ന കേരള പോലീസിലെ മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഇന്നലെ ഒരു മാധ്യമത്തോട് പറഞ്ഞു, റാണ കൊച്ചിയിൽ വന്നിരുന്നു. കൊച്ചിയിൽ വന്നിട്ട് മറൈൻ ഡ്രൈവിലെ താജ് ഹോട്ടലിലാണ് താമസിച്ചത്. മറൈൻ ഡ്രൈവിലെ, ശ്രദ്ധിക്കണം. ബെഹ്റ പറഞ്ഞതായി പിന്നീട് ഒരു ദേശീയ ദിനപത്രത്തിൽ കാണുന്നത്, റാണ ഇവിടെ വന്നു, പക്ഷേ വന്നത് ഈ മുംബൈ ഭീകരാക്രമണം നടന്നത് നവംബർ 26-നാണ്. നവംബർ 26-നാണ് വന്നത്. അതിന് 10 ദിവസം മുമ്പാണ് കൊച്ചിയിലെത്തിയത്. 10 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നവംബർ 16. നവംബർ 16-ന് ഇവിടെ എത്തി, ഒരു ദിവസം താമസിച്ച് തിരിച്ചുപോയി. രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഡൽഹിയിൽ റാണ ഒരു ഓഫീസ് തുടങ്ങിയിരുന്നു. ഈ ഓഫീസ് തുറന്നിരുന്നത് ഹഡ്ലിക്ക്, ഇതിൻ്റെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ, മാസ്റ്റർ ബ്രെയിൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ഹെഡ്ലിയുടെ ആയിരുന്നു. ഹെഡ്ലിക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസ്, ഹെഡ്ലി ജോലി ചെയ്യുന്നതായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു ഓഫീസ് തുറന്നിരുന്നു. അപ്പോൾ ഇതിനുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്തതും ഡൽഹിയിലെ മുംബൈയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് അതിൻ്റെ രേഖാചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് ഹെഡ്ലിക്ക് കൊടുത്തത് റാണയാണ്. ഈ റാണ ഈ കൊച്ചിക്ക് പുറമെ ആഗ്ര, ഹാപ്പൂർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ദേശീയ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ കൊച്ചിയിലും ആഗ്രയിലും ഹാപ്പൂറിലും ഇയാൾ സന്ദർശനം നടത്തിയായിരുന്നു കണ്ടെത്തിയെങ്കിലും എന്തിനു പോയി എന്നത് ദുരൂഹമായി തുടരുകയാണ്. പക്ഷെ കൊച്ചിയെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ ചില കാര്യങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. കൊച്ചിയിൽ റാണ വന്നപ്പോൾ റാണയ്ക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആരാണ് എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. കൊച്ചിയിൽ മാത്രമേ ഈ സ്ത്രീയെ കണ്ടിട്ടുള്ളൂ. ചില ഒന്നോ രണ്ടോ പത്രങ്ങളിൽ കണ്ടു റാണയുടെ ഭാര്യയായിരുന്നു എന്നുള്ളത്. റാണയുടെ ഭാര്യ അല്ലായിരുന്നു. റാണയുടെ ഭാര്യ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ റാണയെ കണ്ട റാണയുടെ കൂടെ താജ് ഹോട്ടലിൽ ഭീകരാക്രമണത്തിന് 10 ദിവസം മുമ്പ്, അതായത് ഭീകരാക്രമണം നടക്കുന്നത് 26-ാം തീയതി 2008 നവംബർ 26, 10 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നവംബർ 16-ന് ഒരു ദിവസം എമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ പർപ്പസ് ഓഫ് വിസിറ്റ് എഴുതണമല്ലോ. അപ്പം ജോബ് എഴുതി, ബിസിനസ് എന്നെഴുതി എമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് എന്നാണ് ഹോട്ടലിൽ കൊടുത്തത്. അപ്പോൾ ഹോട്ടലിൽ കൊടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ, ഒരു സുന്ദരി ഉണ്ടായിരുന്നു. അതൊരു മലയാളിയായിരുന്നോ എന്നുള്ള സംശയം ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇവിടെ ഹഡ്ലിയും റാണയും ചേർന്ന് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ ലക്ഷ്യമിട്ട പദ്ധതിയുടെ പേര് കറാച്ചി പ്രൊജക്റ്റ് എന്നായിരുന്നു. 3 പ്രൊജക്റ്റുകൾ ഇവർ പ്ലാൻ ചെയ്തു. ഒന്ന് കറാച്ചി പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ബോംബെ ഭീകരാക്രമണം, പിന്നെ പൂനെയിലെ ജർമ്മൻ ബേക്കറി ആക്രമണം നടന്നിരുന്നു. ഇത് രണ്ടും കറാച്ചി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ അവർ മിക്കി മൗസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്തു. മിക്കി മൗസ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഒരു ഡാനിഷ് പത്രത്തിനെതിരെയാണ്. ഡാനിഷ് പത്രമായി ജെയ്ലാൻഡ്സ് പോസ്റ്റൻ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു ചിത്രം വന്നു. അതുകൊണ്ട് ഈ ഡച്ച് പത്രത്തിൻ്റെ ഓഫീസിൽ ആക്രമണം നടത്തണം എന്ന് പറയുന്ന മിക്കി മൗസ് പ്രോജക്റ്റ് ഇവർ പ്ലാൻ ചെയ്തു. പക്ഷെ അത് നടന്നില്ല, അത് അബോർട്ട് ചെയ്യപ്പെട്ടു. പിന്നീട് ഉണ്ടായിരുന്ന ഇവരുടെ കൂടിയാലോചനകളിൽ ഈ കറാച്ചി പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഇവർ മുംബൈ ഭീകരാക്രമണവും പൂനെ ജർമ്മൻ ബേക്കറി ആക്രമണവും പ്ലാൻ ചെയ്തിരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആളുകളെ കണ്ടെത്തി ട്രെയിനിങ് കൊടുത്ത് റിക്രൂട്ട് ചെയ്ത് ഇതിനു വേണ്ടി സജ്ജരാക്കുക എന്നതായിരുന്നു ആദ്യത്തെ പദ്ധതി. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പലയിടത്തും റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നും കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? നമ്മളിവിടുന്ന് മലയാളി ചെറുപ്പക്കാർ കാശ്മീർ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുത്തു. അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നമ്മുടെ ജയിലിലുണ്ട്. 1-2 റിക്രൂട്ട്മെൻറ്റിന് കിട്ടിയ 1-2 പേര് കാശ്മീരിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന തടിയൻ്റെവിടെ നസീർ, നമ്മൾ തടിയൻ്റെവിടെ നസീർ എന്നാണ് കേൾക്കുന്ന, അയാളുടെ ശരിക്കുള്ള പേര് ഉമർ ഹാജി എന്നാണ്. പിന്നെ സർവാസ് നവാസ്, സത്താർ ബായി, KP സാബിർ എന്ന് പറയുന്ന അയൂബ്, ഇവരെല്ലാം ലഷ്കർ ഇ തൈബ എന്ന് പറയുമ്പോൾ എമ്പുരാനെ ഓർക്കണം, നമ്മൾ പൃഥ്വിരാജിനെ കൂടെ ഓർക്കണം. ലഷ്കർ ഇ തൈബയിൽ നിന്ന് പരിശീലനം കിട്ടി വന്ന ഒരാൾ നായകനാകുന്ന ഒരു സിനിമ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയ സമയത്താണ് എമ്പുരാൻ 3 എന്ന് വിളിക്കാവുന്ന റാണയുടെ ഓപ്പറേഷൻ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ അയൂബ് എന്ന് പറയുന്ന KP സാബിറിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അയാൾ ഇന്ത്യ വിട്ടു, എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യണം. കേരളത്തിൽ വന്നിട്ട് റാണ വരുന്നു, ഹെഡ്ലി പോലും കൊച്ചിയിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന് വ്യക്തതയില്ല. അത് വ്യക്തത നമുക്കാണില്ലാത്ത, മാധ്യമങ്ങൾക്കാണ്. പക്ഷേ ഇതിൻ്റെ വിവരങ്ങളൊക്കെ
അന്വേഷണ ഏജൻസികൾക്ക് അറിയാം, അവർ കൃത്യസമയത്ത് പറയുമായിരിക്കും. ഏതായാലും റാണയെ നമുക്ക് കിട്ടിയിട്ടില്ല. റാണയെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നു. റാണയെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ കൊച്ചിയിൽ എന്തിനു വന്നു? രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, കൊച്ചിയിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കേരളത്തിൽ നടന്ന കാശ്മീർ റിക്രൂട്ട്മെന്റ്, ലഷ്കർ ഇ തയ്യബയുടെ ആളാണ് റാണ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് റിക്രൂട്ട്മെന്റുകൾ ഈ റാണ വരുന്നതിന് മുമ്പും റാണ വന്നതിന് ശേഷവും നടന്നിട്ടുള്ള തീവ്രവാദ ലഷ്കർ, LTT, അൽ ഖ്വയ്ദ റിക്രൂട്ട്മെന്റിലൊക്കെ റാണയ്ക്ക് പങ്കുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിൽ ആരൊക്കെയായിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ റൂമിൽ താജിനകത്ത് കയറി മുറിക്കകത്ത് അടച്ചിരിക്കാൻ വേണ്ടി വരുന്നില്ലല്ലോ. എന്തെങ്കിലും കോണ്ടാക്ട്, ആരൊക്കെയായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി വിശദമായ അന്വേഷണം നടക്കണം. തുടക്കത്തിൽ നടന്ന അന്വേഷണത്തിൽ കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ബെഹ്റയും പറയുന്നത്. ബെഹ്റ പണ്ട് NIA ടീമിലുണ്ടായിരുന്നു. അമേരിക്കയിൽ പോയി റാണയെ ചോദ്യം ചെയ്ത സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ ബെഹ്റ പറയുന്ന അന്ന് പരിമിതികളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വിദേശ രാജ്യത്ത് പോയി ചോദ്യം ചെയ്യുമല്ലേ, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ കസ്റ്റഡി കിട്ടുമ്പോഴേ നമുക്ക് കാര്യമായ രീതിയിൽ ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഏതായാലും കൊച്ചിയിൽ റാണയ്ക്കൊപ്പം ഉണ്ടായിരുന്ന യുവതി ആരാണ്? മലയാളിയാണെങ്കിൽ, കാരണം കൊച്ചിയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായും മലയാളി ആയിക്കൂടാ എന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ബന്ധങ്ങളുണ്ട്. കാരണം ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു കേരളത്തിൽ IS-ന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന് പറഞ്ഞിരുന്നു. അതേ ലോക്നാഥ് ബെഹ്റയാണ് റാണ കൊച്ചിയിൽ വന്നിരുന്നുവെന്നും അത് തനിക്കറിയാമെന്നും ഒക്കെ പറയുന്നത്. ബാക്കി വിവരങ്ങളാണ് ഒരു സ്ത്രീ, ഒരു യുവതി കൂടെ ഉണ്ടായിരുന്നു. അതൊരു മലയാളി യുവതിയായിരുന്നെങ്കിൽ ആ മലയാളി യുവതി ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ മുംബൈയിൽ ഈ കടലിലൂടെയാണല്ലോ അന്ന് അതിന് സമാനമല്ലേ കൊച്ചിയിലെ സ്ഥിതി? തീർച്ചയായിട്ടും. മുംബൈയിലെ വർലി കടപ്പുറത്താണ് 10 പേരുള്ള പാകിസ്ഥാൻ സൈന്യം നേരിട്ട് പരിശീലിപ്പിച്ച ലഷ്കർ ഭീകരർ. സൈന്യത്തിലെ റിട്ടയർഡ് സൈനിക ഓഫീസർമാരല്ല, സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശീലനം കൊടുത്ത ആളുകളാണ് കടലിൽ കൂടി പോയിരുന്ന ഒരു മത്സ്യബന്ധന ബോട്ടിലെ ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് ആ ബോട്ടിൽ വർലി കടപ്പുറത്തിറങ്ങിയത്. അപ്പോൾ വർലി കടപ്പുറത്തിന് സമാനമായ കടൽ തീരങ്ങൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ടെന്നൊരു അന്വേഷണം ഒരുപക്ഷെ നടന്നിരിക്കാം. കേരളം അന്വേഷിച്ചിരിക്കാം. കേരളത്തിലാണെങ്കിൽ നോക്കൂ, മാറാട് കലാപം. കേരളത്തിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ട് ഈ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കടലോര പ്രദേശത്ത് നിന്ന് അവരെ എവിക്റ്റ് ചെയ്യണമെന്നൊരു അജണ്ട കുറേ കാലമായിട്ട് ഉണ്ട്. മാറാട് കലാപം അതിൻ്റെ ഭാഗമായിരുന്നു. അവിടുത്തെ അരയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ആ കടപ്പുറത്ത് നിർണായകം. അതുകൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം. അവരവിടെ നിന്ന് പോകണം. നമ്മുടെ കടപ്പുറത്തിന് കൃത്യമായ ജാതിയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്കും കടൽ പോലും ചില മതങ്ങളുടെയാണ്. ഇന്ന കടല് ഇന്ന ഹിന്ദുവിൻ്റെ, ഇന്നത് ക്രിസ്ത്യാനിയുടെ, ഇന്നത് മുസ്ലിമിൻ്റെ എന്ന തരത്തിൽ കടലിന് പോലും മതം കൽപ്പിക്കപ്പെടുന്ന ഒരു കാലമാണിത്. ഇപ്പം അരയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാധീനമുള്ള കടപ്പുറമാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള കടപ്പുറമായതുകൊണ്ട് മാറാട് കലാപമുണ്ടായി അവരെ അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിർബാധം നടക്കും. ആരുടെയും കണ്ണെത്താതെ നടത്താൻ പറ്റും. അങ്ങനെ കടൽ തീരത്തിൻ്റെ സാധ്യതയാണോ ഈ റാണ വന്നപ്പോൾ പരിശോധിച്ചത്? ഇനി നമ്മൾ ഇത് പറയുമ്പോൾ കടപ്പുറത്ത് നിന്ന് ആളുകളെ, ചില സമുദായത്തിൽപ്പെട്ട ആളുകൾ ആ കടപ്പുറത്ത് പാടില്ല എന്ന് ചില കൂട്ടർ വിശ്വസിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണം മുനമ്പത്ത് ക്രൈസ്തവർ മുഴുവനാണ്. അവരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ചു മാറ്റിയാൽ ഈ ഭൂമി മുഴുവൻ ആരുടെയായിട്ട് മാറും? ചില പ്രത്യേക ആളുകളുടെ മാറും. ഒഴിപ്പിക്കുക. ഈ മുനമ്പത്ത് നിന്നാണ് ഒരു ബോട്ടിൽ കയറിയിട്ട് ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യക്കടത്ത് നടന്നത്. ഇതുവരെ അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെയാണെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ കടൽ തീരവുമായി ബന്ധപ്പെട്ട് ചില നിഗൂഢതകൾ, ചില സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കാൻ വന്നതാണോ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നൊരു സംശയമുണ്ട്. ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് ഇയാൾ എന്താ ക്രിസംഗി ആയിരിക്കും, ക്രിസ്ത്യാനി ആയിരിക്കും. അങ്ങനെയൊന്നും അല്ലേ. ഇയാളുടെ ശരിക്കുള്ള പേര് ദാവൂദ് ഗിലാനി എന്നാണ്. പാകിസ്ഥാനി ജനിക്കുമ്പോൾ ദാവൂദ് ഗിലാനി എന്നുള്ള ആള് ഞാൻ മുസ്ലിമാണ്, എൻ്റെ മുസ്ലിം ഐഡന്റിറ്റി മറച്ചു വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിടിക്കപ്പെട്ടാൽ ക്രിസ്ത്യാനിയാണെന്ന് ആദ്യം ഒന്ന് തോന്നിപ്പിക്കാനോ വേണ്ടി ക്യാമഫ്ലാഷ് ചെയ്യുന്നതുപോലെ ആണ് ഇയാൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നുള്ള പേര് ദാവൂദ് ഗിലാനി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാന് നിർണായകമായ പങ്ക് മുംബൈ ഭീകരാക്രമണത്തിലുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് നമുക്ക് ആകെ അജ്മൽ കസബിനെ മാത്രമേ ജീവനോട് പിടിക്കാൻ കഴിയും. ബാക്കിയുള്ളവരെല്ലാം കൊല്ലപ്പെട്ടു. ഈ കസബിനെ പിടിക്കുമ്പോൾ കസബിന്റെ കയ്യിൽ രക്ഷാബന്ധൻ പോലൊരു ചാട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഹിന്ദുവാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അപ്പോൾ ഏതായാലും നമ്മൾ നോക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് നിർണായകമായ പങ്കുള്ള ചില പേരുകളുണ്ട്. ഇന്ത്യ സംശയിക്കുന്ന, ഇന്ത്യ പകവീട്ടാൻ
166 പേരാണ് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യക്കാരുടെയും 16 വിദേശികളും മരിച്ചു. ഏറ്റവും ഭീകരത സൃഷ്ടിച്ച ഒരു ഭീകരാക്രമണമാണ് മുംബൈ ഭീകരാക്രമണം. അതിൽപ്പെട്ട ആളുകളെ നമ്മൾ സംശയിക്കുന്ന ഒന്ന് ഹാഫിസ് സയ്യിദ്, പാകിസ്ഥാനിലെ ലഷ്കർ-ഇ തൊയ്ബയുടെ സഹസ്ഥാപനവും 2001 പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ്. ആ പേര് ശ്രദ്ധിക്കണം, ഹാഫിസ് സയ്യിദ്. പൃഥ്വിരാജിൻ്റെ അമ്പുരാനിലെ കഥാപാത്രത്തിൻ്റെ പേര് സെയ്ദ് മസൂദ്. ലഷ്കറിൽ പരിശീലനം കിട്ടിയ കഥാപാത്രമാണ് ഈ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന ആള്. ലഷ്കർ ഉണ്ടാക്കിയ ആളാണ്. ഇത് രണ്ടാമത് നമ്മൾ നോക്കുന്ന ആള് സെയ്ഖുർ റഹ്മാൻ ലഖ്വി, ഇന്ത്യ സംശയിക്കുന്നത്. ഇന്ത്യക്ക് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് ഇന്ത്യ ഡിമാൻഡ് ചെയ്യുന്ന, ഇന്ത്യ അക്യൂസ് ചെയ്യുന്ന ആളുകളൊന്ന് ഹാഫിസ് സയ്യിദ്, സെയ്ഖുർ റഹ്മാൻ ലഖ്വി, അയാൾ പാക് ലഷ്കറിൻ്റെ ഭീകര തലവനാണ്. പിന്നെയുള്ളത് സാജിദ് മിർ, അബ്ദുൾ റഹ്മാൻ പാകിസ്ഥാൻ ആർമിയിലെ റിട്ടയർഡ് മേജറായിരുന്നു, ഇലോസ് കാശ്മീരി എന്ന് പറയുന്ന അൽ ഖ്വയ്ദ നേതാവ്. ഇവരൊക്കെ ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇവരിലേക്ക് പോകാനുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണ്? റാണയുടെ കയ്യിൽ നിന്നാണ്. അതാണ് റാണയെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായ, ഏറ്റവും നിർണായകമായ ഒരു കൈമാറ്റമാണ് അമേരിക്കൻ കോടതിയിൽ നിന്ന് ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും ഇന്ത്യക്ക് അനുകൂലമായ ഏറ്റവും വലിയ നിലപാടെന്ന് പറയാം റാണയെ വിട്ടുകിട്ടിയത്. അപ്പോൾ റാണ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. 20 ദിവസത്തേക്ക് നമ്മൾ കസ്റ്റഡി ചോദിച്ചു. ഇന്ന് കോടതി ഉത്തരവുണ്ടാവും. ഇന്നലെ പട്യാല കോടതി കൊണ്ടുവന്നു. നമ്മൾ നിയമപ്രകാരം അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് നമ്മൾ ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റി അയാൾക്കൊരു അഭിഭാഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പീയൂഷ് സച്ദേവ് എന്ന് പറഞ്ഞ ഒരു വക്കീലിനെ നമ്മൾ കൊടുത്തു. നമ്മൾ ചെയ്യുന്ന പോലെ ഭീകരവാദിയായി നമ്മുടെ രാജ്യത്തെ ആളെ കൊന്നുപോലെ കിട്ടിയ ഉടനെ വെടിവെച്ച് പോലുമല്ല. അതിൻ്റെ ഡ്യൂ കോഴ്സിൽ നിയമപ്രക്രിയയിലൂടെ, കസബരിയും നമ്മൾ അങ്ങനെ തന്നെയാണ് പോയത്. നിയമപ്രക്രിയയിലൂടെ പോകും. അയാൾക്ക് നമ്മൾ വക്കീലിനെ വെച്ച് കൊടുത്തു. നമുക്ക് വേണ്ടിയിട്ട് ഇന്നലെ അയാളെ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ട് NIAക്ക് വേണ്ടി ഹാജരായത് നരേന്ദർ മാൻ എന്ന് പറഞ്ഞ പ്രോസിക്യൂട്ടറാണ്. പക്ഷേ NIAക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ദയാൻ കൃഷ്ണൻ എന്ന് പറയുന്ന NIAയുടെ സീനിയർ ലോയറെയാണ് ഈ റാണയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ദയാൻ കൃഷ്ണൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹമാണ് നിർഭയ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിലുള്ള വിചാരണ നടക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. ഇന്നിപ്പോൾ കോടതി നമ്മുടെ ഈ വീഡിയോ എയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപക്ഷെ പട്യാല കോടതിയുടെ വിധി 20 ദിവസത്തേക്കാണ് NIA കസ്റ്റഡിയിൽ ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, റാണയെ കൊച്ചിയിൽ കൊണ്ടുവരും. താജിൽ താമസിച്ചിരുന്നു എന്നുകൊണ്ട് തെളിവെടുപ്പിന് റാണയിൽ കൊച്ചിയിൽ കൊണ്ടുവരും. അന്ന് റാണയെ കണ്ട മലയാളികൾ ആരൊക്കെയാണ്? ആ യുവതി മലയാളിയായിരുന്നോ എങ്കിൽ ആരായിരുന്നു എന്നതിനുള്ള ഉത്തരവും ഒരുപക്ഷെ കൊച്ചിയിൽ നിന്നുണ്ടാവും. റാണയെ സംബന്ധിച്ചുള്ള നിർണായക വാർത്തകൾ ഇനി കൊച്ചിയിൽ നിന്നും ഉണ്ടാകാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.